JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചെലവ് നിയന്ത്രണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാർ ഓഫീസുകളിൽ ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലെല്ലാം തന്നെ കരാർ നിയമനം മാത്രമേ പാടുള്ളൂ എന്ന നിർദ്ദേശങ്ങൾ, കർശന നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ടുകളെല്ലാം തന്നെ പത്രമാധ്യമങ്ങളിൽ കൂടി നിങ്ങൾ പല ഉദ്യോഗാർത്ഥികളും കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കേരള ബാങ്കിന്റെ OAയുടെ ഷോർട്ട് ലിസ്റ്റ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ അതിലെ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ പരീക്ഷ എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പ്രസ്തുത വാർത്തയെ കാണുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നിയന്ത്രണം, ഇങ്ങനെ കരാർ നിയമനമേ പാടുള്ളൂ എന്നുള്ള നിയന്ത്രണം കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ് OAയുടെ നിയമനത്തെ അത് കാര്യമായിട്ട് ബാധിക്കുമോ എന്ന് പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഓഫീസുകളിൽ ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലെ ജീവനക്കാരുടെ സേവന ആവശ്യകത നന്നേ കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അനിവാര്യമാകുന്ന ഘട്ടത്തിൽ മാത്രമേ ഇത്തരം ഓഫീസുകളിൽ പ്രസ്തുത തസ്തികകളിൽ വരുന്ന ഒഴിവുകൾ നികത്താൻ പാടുള്ളൂ. അപ്രകാരം ഒഴിവുകൾ നികത്തുന്നത് കരാർ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണമെന്നാണ് നിർദ്ദേശം. അപ്പോൾ ഇതോടുകൂടി ഈ തസ്തികകളിലേക്ക് PSC വഴി ഇനിയൊരു നിയമനം ഉണ്ടാകില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കേരള ബാങ്കിന്റെ OA തസ്തികകളിലേക്ക് ബാധിക്കുമോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ അത് കേരള ബാങ്കിന്റെ OA തസ്തികയിലേക്ക് ബാധിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവെ ഇവര് ഇപ്പോൾ നിലവിൽ ഈ ഓഫീസ് സംവിധാനം നിലവിലുള്ള സർക്കാർ ഓഫീസുകളുടെ കാര്യമാണ് ഇവർ നിലവിൽ ഈ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരള ബാങ്ക് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്നുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു സുരക്ഷിതത്വം നിലനിൽക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ മുമ്പോട്ടുള്ള സാഹചര്യങ്ങളിൽ ഇനി അങ്ങോട്ട് ഉള്ള കാലങ്ങളിൽ പൊതുവെ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടാവും എന്നുള്ള അത് പ്രതീക്ഷിച്ച് വേണം മുമ്പോട്ട് പോകാൻ എന്ന് വേണം ഓരോ ഉദ്യോഗാർത്ഥിയും മനസ്സിലാക്കാനുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓഫീസ് അറ്റൻഡന്റ് ഈ ഓഫീസ് സംവിധാനം നിലവിലുള്ള ഓഫീസുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ശരിക്കും പറഞ്ഞാൽ ക്ലർക്കിന്റെയും സൂപ്രണ്ടിന്റെയും ജോലികൾ മാത്രമേ ആവശ്യമുള്ളൂ, ജോലിക്കാരെ മാത്രമേ ആവശ്യമുള്ളൂ. അല്ലാതുള്ള ഫയലുകളുടെ കൈമാറ്റം ഇല്ലാത്തതിന്റെ സാഹചര്യത്തിൽ അവിടെ ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലേക്കുള്ള ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ആവശ്യമില്ലാത്ത ഒരു സാഹചര്യമാണ് എന്നാണ് പൊതുവെ സർക്കാർ നിർദ്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള തസ്തികകൾ ഇല്ലാതാക്കിയാൽ പോലും ഇങ്ങനെയുള്ള തസ്തികകൾ ഇല്ലാതാക്കിയാൽ പോലും അതൊരു പ്രത്യേക കാര്യമായിട്ട് കാണാൻ സാധിക്കുക. ഇല്ലാതെ തന്നെ വർക്കുകളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഓഫീസ് സംവിധാനം മൊത്തമായും കമ്പ്യൂട്ടർവൽക്കരിച്ചിരിക്കുന്ന ഓഫീസുകളെ സംബന്ധിച്ചിടത്തോളം ഫയലുകളുടെ കൈമാറ്റം തന്നെ അത് നെറ്റ് വഴി ഉള്ള കമ്പ്യൂട്ടർ വഴിയുള്ള ഫയൽ കൈമാറ്റങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് നടക്കുന്നതിന്റെ ഫലമായിട്ട് ഈ ഓഫീസ് അറ്റൻഡന്റ് പോലുള്ള തസ്തികകളിലേക്കുള്ള നിയമനങ്ങൾ കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ ഈ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മുമ്പോട്ടുള്ള നിയമനങ്ങളിലെല്ലാം തന്നെ ഈ നിർദ്ദേശങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും വ്യാപിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് ഓരോ ഉദ്യോഗാർത്ഥിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നിലവിലെ കേരള ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാര്യങ്ങൾ ബാധിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. എങ്കിൽ പോലും മുമ്പോട്ടുള്ള കാലങ്ങളിൽ, മുമ്പോട്ടുള്ള വർഷങ്ങളിൽ, ഇനിയും അങ്ങോട്ടുള്ള കാലങ്ങൾ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മുമ്പോട്ടുള്ള അവസരങ്ങളിലൊക്കെ തന്നെ അത് ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും എടുത്തു നോക്കുമ്പോൾ ഓരോ തസ്തികകളിലേക്കുള്ള പ്രവർത്തനങ്ങളുടെ ആവശ്യകത ഇല്ലാതായാൽ അങ്ങനെയുള്ള തസ്തികകളെല്ലാം തന്നെ ഇല്ലാതാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ സാമ്പത്തിക നിയന്ത്രണത്തിന്റെ പേരിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളത് ഓരോ ഉദ്യോഗാർത്ഥിയും പ്രത്യേകം മനസ്സിലാക്കി
ഉണ്ടാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഒഴിവുകൾ എത്രയാണെങ്കിലും അത്രയും ഒഴിവുകളൊക്കെ തന്നെ കൃത്യമായിട്ട് കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ ആ ഒഴിവുകളൊക്കെ തന്നെ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും കൂടുതൽ വളരെ വേഗത്തിൽ തന്നെ നിയമനങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ തന്നെ ഓരോ ഉദ്യോഗാർത്ഥിയും എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ നടപ്പാക്കണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഒരു ഗുണകരമായ രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ, റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം ഓരോ തസ്തികകളിലും പ്രത്യേകമായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. കേരള ബാങ്കിന്റെ OAയുടെ ഷോർട്ട് ലിസ്റ്റ് ഉടൻ തന്നെ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഓരോരുത്തരും അവരുടെ കൃത്യമായുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതിന് വേണ്ട നിയമനങ്ങളൊക്കെ ത്വരിതഗതിയിലാക്കുന്നതിന് വേണ്ട നടപടികൾ ആരംഭിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.